നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വല്ല മുജാഹിദ് മൗലവിയും ലോകത്തെവിടെയെങ്കിലും വന്നാൽ സുന്നികളല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ അവന്റെ നാവ് കൊണ്ട് സഹായം തേടുന്നു എന്ന് പറഞ്ഞു പോകൂല. കാരണം കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, പടച്ചവന്റെ പൊരുത്തത്തിനുള്ളതല്ല, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഉണ്ടോ? നിങ്ങളുടെ നാട്ടിലിടം കൊണ്ടോ സൃഷ്ടികളോട് ചോദിക്കുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയുന്നത്? പോലീസ് സ്റ്റേഷനിൽ പോയി പ്രാർത്ഥിച്ചു എന്നുള്ളവരെ പറയും, ഗവൺമെന്റിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയോ, കോടതിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയോ? ഇല്ല. അത് ആർക്കാ അറിയാത്തത്? ഏത് മലയാളം അറിയുന്നവൻ അറിയാത്തത്? സുബ്ഹാനല്ലാഹ്. AP മുഹമ്മദ് മുസ്ലിയാരെ പറ്റി നിങ്ങൾ കേട്ടില്ലേ? കോടതിയിൽ ഒരു കേസ്. എന്താണ് കേസിൽ? മറുവശത്തുള്ളവര് വാദിക്കുന്നു ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല. അപ്പൊ ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതണമെന്നുള്ളതിന് തെളിവ് ധരിച്ചു കൊടുത്ത് എന്ത്? ഖിറാഅത്തുൻ അലൽ ഖബർ, ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതൽ സുന്നത്താണ്. അപ്പുറത്തെ വക്കീല് പറഞ്ഞ് അലാന്ന് പറഞ്ഞാൽ മേലേന്ന്, ഖബറിന്റെ മേലേന്ന് എങ്ങനെയാ മുസ്ലിയാരെ ഖുർആൻ ഓതുക? ഖബറിന്റെ അടുക്കെന്നല്ലാതെ, അല്ലാതെ ഖബറിന്റെ മേലെ നോക്കാൻ, ഖബറിന്റെ മേലെ ചവിട്ടാൻ തന്നെ പാടില്ല എന്നല്ലേ, പിന്നെ ഖബറിന്റെ മുകളിൽ ഖുർആൻ ഓതുക എന്ന് ചോദിച്ചു. മൂപ്പർ പറഞ്ഞു അവിടുത്തെ അലാന്റെ അർത്ഥം അടുക്കൽ എന്താ എന്നാണ്, അടുക്കൽ എന്നാണ്. അപ്പൊ എങ്ങനെ ഒരു വാചകം പറയാ, മേലെ നർത്തമുള്ള വാചകം പറയാൻ അടുക്കൽ നർത്തം വെക്കുക, ഇതെന്ത് പരിപാടിയാന്ന് ചോദിച്ചു. ആ മൂപ്പർ പറഞ്ഞു അതെല്ലാ ഭാഷയിലും ഉള്ളതാണ്, മലയാളത്തിലും ഉണ്ട് എന്നാണ്. എല്ലാ ഭാഷയിലും മലയാളത്തിൽ. കോടതി ജഡ്ജി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, വക്കീലിന്റെ ചോദ്യവും മൂപ്പര് മറുപടി. അപ്പൊ അങ്ങനെ കുറെ സമയം തർക്കിച്ച് മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ വക്കീൽ, ഉണ്ട് എന്ന് തന്നെ AP മുഹമ്മദ് മുസ്ലിയാർ. അപ്പൊ കുറെ പറഞ്ഞു. ജഡ്ജി പറഞ്ഞു നിങ്ങളാ മുസ്ലിയാരെ ബാധിച്ചത് എന്ത്? ഇങ്ങനെ ഒരു വാചകം പറഞ്ഞ് വേറൊരു അർത്ഥം വെക്കുന്ന പരിപാടി ഉണ്ടെന്ന്. അവിടെ തെളിവ് നിങ്ങളാ പറയണ്ടത്, മലയാളത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് AP മുസ്ലിയാർ ചൊല്ലിയത് കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി. എന്റെ ഉപ്പർ പറഞ്ഞു കായലരികത്ത് സാറ് ആരെങ്കിലും വലയേറിയോ? കായലിൽ തന്നെയല്ലേ വലയേറിയ? കായലിന്റെ അരികത്താരോ വലയേറിയോ? കായലിന്റെ ഉള്ളിലല്ലേ വലയേറിയ? എന്നിട്ട് കായലരികത്ത് എന്നല്ലേ പറഞ്ഞു ഒന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്നല്ലേ? അപ്പൊ ഈ പാട്ടങ്ങ് പാടിയപ്പോ ജഡ്ജി കുലുങ്ങി അങ്ങ് ചിരിച്ച്, വക്കീലും ചിരിച്ച്, അപ്പുറത്തുള്ള വക്കീലും ചിരിച്ച്. കേസ് AP ഉസ്താദ് പറഞ്ഞ പോലെ വിധിയുമായി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഖബറിന്റെ സമീപത്ത് ഓരോ വിഷയത്തിലും പണ്ഡിതന്മാര് പറയണ അർത്ഥം അവർക്കതറിയാം, അവർക്ക് വിട്ടുകൊടുക്കണം. ഇരിക്കട്ടെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിശ്ചയം നിന്നോട് ഞാൻ ചോദിക്കുന്നു, വഅതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്യിക നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹ്. അതുകൊണ്ട് നിർത്തുന്നില്ല, റസൂലുള്ളാഹിനെ തവസ്സുലാണ്, ഇടയാളനാക്കി ചോദിക്കുകയാണ്. ബിനബിയ്യിക നബിയ്യിർ റഹ്മ. അതുപോരാ, റസൂലുള്ളാഹിനെ വിളിച്ചു തന്നെ പറയണം, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി, എൻ്റെ ഈ കാര്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി, ലിതുഖ്ളാലി ഔ ലിതഖ്ളിയലി, രണ്ടുമുണ്ട് ഹദീസിൽ, എൻ്റെ ആവശ്യം തങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഞാനിതാ അങ്ങേ ഇടയാളനാക്കി റബ്ബിനോട് പറഞ്ഞിരിക്കുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫശഫിഹു ഫിയാ, എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ നബി തങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നബിയോട് ഞാൻ സഹായം തേടിയിട്ടുണ്ട്, റെക്കമെൻഡ് തേടിയിട്ടുണ്ട്. അവിടുന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോ നീ സ്വീകരിക്കണേ അല്ലാഹ്. തുടക്കം അല്ലാഹുവിനോടുള്ള ദുആ, അവസാനം അല്ലാഹുവിനോടുള്ള ദുആ. രണ്ടിന്റെയും ഇടയ്ക്ക് റസൂലുള്ളാഹിനെ ഇടയാളനാക്കുന്നു, റസൂലുള്ളാഹിനെ തന്നെ വിളിച്ച് അപേക്ഷ സമർപ്പിക്കുന്നു. ഇതെല്ലാം അടങ്ങുന്ന ദുആ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ശഫീ ഇമാം റളിയല്ലാഹു അൻഹു അല്ല, ഒരു സഹാബിയുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഇസ്തിഗാസയും തവസ്സുലുമുള്ള ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നു, അതനുസരിച്ച് അദ്ദേഹം അത് നിർവഹിക്കുന്നു. കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുന്നു.
ഇതവിടുത്തെ ജീവിതകാലത്താണെങ്കിൽ വഫാത്തിന് ശേഷവും ഇതേ നിലയ്ക്ക് റസൂലുള്ളാഹിനെ വിളിച്ച് തേടലും ഇടയാടനാക്കലും സഹാബത്ത് നിർവഹിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് അത് നിർവഹിച്ചത് ഇമാം തബറാനി അതാ അവിശ്വാസയോഗ്യമായ പരമ്പരയോടെ റിപ്പോർട്ട് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാടനാക്കി തങ്ങളെ ഇസ്തിഗാസ ചെയ്ത് അള്ളാഹിനോട് ചോദിച്ചപ്പോൾ കണ്ണിന് കാഴ്ച കിട്ടി, അതുപോലെ ഉദ്ദേശം നിറവേറി കിട്ടി. സ്വാഭാവികമാണ് അല്ലാഹു തആലാന്റെ റസൂലിനെ പിന്തുടരുന്നവർ, അതല്ലേ അല്ലാഹ് പറഞ്ഞത്, ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടോ എന്നെ പിന്തുടരണേ. റസൂലുള്ള തവസ്സുലിനെ അംഗീകരിച്ച നേതാവാണ്, തവസ്സുല് പഠിപ്പിച്ച റസൂലാണ്, ഇസ്തിഗാസ പഠിപ്പിച്ച റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിക്കെതിരെ പ്രസംഗിക്കുന്ന മൗലവിമാരുണ്ടല്ലോ, അവരും റസൂലുള്ളയും തമ്മിൽ യോജിക്കൂല. കാരണം 2010 ജൂലൈയിലെ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ അവർ എഴുതി വെച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല പിഴവുകളും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കള്ളം പറയുന്നതല്ല. 2010 ജൂലൈയിലെ മുജാഹിദിന്റെ അൽമനാറിൽ നിങ്ങൾക്ക് കാണാം. അഥവാ അതിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം, അൽമനാർ ഞാൻ കൊണ്ടുവന്ന് ഹാജരാക്കും. കൂത്തുപറമ്പിൽ ഞാനൊരു പ്രസംഗം നടത്തി പഴയ കാലത്ത്. അപ്പൊ ഞാൻ മുഹീദ്ദീൻ ശൈഖ് അല്ലാഹു കാഫറാണ് എന്ന് മൗലവിമാർ 1980 ജൂലൈയിലെ അൽമനാറിൽ എഴുതിയത് എടുത്ത് വായിച്ചു. ഞാനത് കാണാതെ എന്നെ അറിയാം, അങ്ങനെ വായിച്ചു. അപ്പോ ഒരു മൗലവി പറയും അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല, വെറുതെ കള്ളത്തരം പറയാൻ. അപ്പൊ ഞാനത് അതിന്റെ കോപ്പി കാണിച്ചു കൊടുത്ത്, അതിന് കോപ്പി കണ്ടാ പോരാ, ഒറിജിനലാണോ? ഞാൻ ഒറിജിനൽ വീട്ടിൽ സൂക്ഷിച്ചതാ. ഞാൻ അവിടെ ടാക്സി വണ്ടി എടുത്തിട്ട് കൂത്തുപറമ്പെന്ന് പേരോട് പോയി. എന്നിട്ട് വണ്ടിയിൽ പോയിട്ട് അൽമനാറ് എടുത്തുകൊണ്ട് വന്ന് കൂത്തുപറമ്പിൽ എല്ലാരെയും മുന്നിൽ കാണിച്ചു കൊടുത്തു. അയാൾ നന്നായോ? അയാളെന്തായി റിസൾട്ട് അറിയാൻ നിങ്ങൾക്ക്? അയാള് ചേകനൂരായി ഇസ്ലാം എന്ന് പുറത്തുപോയി. അയാള് സുന്നിയായിട്ടില്ല. അല്ലാഹുവിന്റെ വെളിച്ചം അവൻ ഉദ്ദേശിച്ചവർക്ക് മാത്രം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വെളിച്ചം കിട്ടിയില്ല. നിങ്ങൾ കൂത്തുപറമ്പ് പോയി അന്വേഷിച്ചോ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഈമാനിന്റെ വെളിച്ചം അത് വളരെ വലുതാണ്. ആ വെളിച്ചമുള്ളവരുടെ സ്വഭാവമാണ് ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലാഹുവിനോടാണ്. അതോടുകൂടെ തന്നെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അങ്ങനെയുള്ളവരുടെ ഡ്യൂട്ടി റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കലാണ്. ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. നബി തങ്ങൾക്ക് പിഴച്ചു എന്ന് പറയുന്ന പുത്തൻവാദികൾക്ക് റസൂലുള്ളാഹിനെ പിന്തുടരാനാകൂല. അതുകൊണ്ടല്ലേ നിങ്ങളാരും പോയിട്ട് നശിപ്പിക്കൂല എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് പറയട്ടെ. ജുമുഅ ബാത്തിലാക്കുന്ന ഒരു കൂട്ടരില്ലേ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു. ആ ഹദീസ് ഉദ്ധരിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. അറബിയിൽ മാത്രം ഖുത്ബ ഓതി, അറബിയിൽ മാത്രം ജുമുഅ നടത്തുകയാണ് നബി തങ്ങൾ ചെയ്തത്. അതുപോലെ ചെയ്താലേ റസൂലുള്ളാഹിനെ പിന്തുടർന്നവരാകൂ, എന്നാലേ ജുമുഅ സഹീഹാകൂ. ഹദീസാണ് ഇമാമിങ്ങൾക്ക് തെളിവ്. പക്ഷേ അതിന്റെ ഭാഷ മാറ്റിയിട്ട് ഖുത്ബ ബാത്തിലാക്കി നിസ്കാരം ബാത്തിലാക്കുന്നവരെ നിങ്ങൾ കാണാറില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കവർ സ്വീകരിച്ചില്ല. ഞാൻ നിസ്കരിച്ചതുപോലെ അറബിയിൽ മാത്രം ഖുത്ബ ഓതി അറബിയിൽ മാത്രമുള്ള ജുമുഅ നിസ്കരിക്കണമെന്ന ഹബീബിന്റെ കൽപ്പന അവർ സ്വീകരിച്ചില്ല. ഇനി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹബീബ് നബി തങ്ങൾ പറഞ്ഞല്ലോ, വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരവരുടെ വീടാണ് ഖൈറ്. അവരവരുടെ വീടാണ് ഖൈറ് എന്നാ പറഞ്ഞത്. അവരുടെ വീടാണ് അവർക്ക് ഖൈറ്. അതുകൊണ്ട് തന്നെ വേറൊരു വീട്ടിലേക്ക് പോയിട്ട് അവിടെ ജമാഅത്ത് നടത്തണ്ട. ഒരു മദ്രസയിലും തറാവീഹിന്റെ ജമാഅത്ത് സംഘടിപ്പിക്കണ്ട. അതേ കാരണം
അള്ളാന്റെ റസൂല് പറഞ്ഞത് ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടാണ് അവർക്ക് ഖൈറ്. മറ്റൊരാളെ വീടല്ല, വേറെ ഒരു സ്ഥാപനമല്ല, വേറെ ഒരു ഷെഡല്ല, ഓഫീസല്ല, പ്രയർ ഹാളല്ല, അവരവരുടെ റൂമാണ് അവർക്ക് ഖൈറ് എന്നാ പറഞ്ഞത്. അവരവരുടെ വീടാണ് ഖൈറ് എന്നാണ് ഹബീബ് നബി തങ്ങൾ പറഞ്ഞത്. സഹീഹായ ഹദീസാണത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സഹാബിയും അവരുടെ ഭാര്യമാരെ ജുമാജമാഅത്തിന് വേണ്ടി മക്കയിലെ പള്ളിയിലെ ഒന്നിന് 10 ലക്ഷം ഇരട്ടി കൂലി കിട്ടുന്ന പള്ളി, മദീനത്തെ പള്ളിയിലെ ഒന്നിന് 1 ലക്ഷം കൂലി കിട്ടുന്ന പള്ളി, ആ പള്ളിയിൽ പോലും ഒരു സഹാബിയും ഒരു ഭാര്യയെയും ജുമാജമാഅത്തിന് പറഞ്ഞേച്ചില്ല. തറാവീഹിന്റെ ജമാഅത്തിന് സഹാബത്ത് പറഞ്ഞേച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് അവിടുത്തെ ഭാര്യമാരാരും പോയതില്ല, ഒരു പെൺകുട്ടിയും പോയില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അത് വ്യക്തമായി ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ട് അവസാനം മാനവറുകൾ പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ ലഅമറൂഹുന്ന ബിഹി വലഅദിനൂ ലഹുന്ന ഫീഹി. പെണ്ണ് അതാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു ജമാഅത്തിൽ പങ്കെടുക്കുന്നതിൽ പുണ്യമുണ്ടായിരുന്നുവെങ്കിൽ പള്ളിയിലേക്ക് പോകാൻ സഹാബത്ത് കൽപ്പിക്കുമായിരുന്നു, സമ്മതം കൊടുക്കുമായിരുന്നു, നബിതങ്ങൾ കൽപ്പിക്കുമായിരുന്നു, സമ്മതം കൊടുക്കുമായിരുന്നു. അതുണ്ടായിട്ടില്ല. ഒരു പള്ളിയിലും നബിതങ്ങളെ സഹാബത്ത്, നബിതങ്ങളെ പെൺകുട്ടികളോ ഭാര്യയോ പോയില്ല. കാരണം അവർ ഉറച്ച ഈമാനുള്ള മഹാന്മാരുടെ നേതാക്കളാണ്. ഓ ഉമ്മമാരെ, സ്വർഗത്തിൽ നിങ്ങൾക്ക് കാണാനുള്ള ഉമ്മമാരാണ് ബീവി ഫാത്തിമത്തു സഹ്റാ, ഖദീജത്തുൽ കുബ്രാ, ഐസത്തു തുഹ്റാ. അത്തരത്തിലുള്ള ഒരു മഹദികളും അതാ ഒരു പള്ളിയിലും പോയില്ല, മദ്രസയിലും പോയില്ല, ഷെഡിലും പോയില്ല, ഓഫീസിലും പോയില്ല, സെന്ററിലും പോയില്ല. അവരെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു അവർ. പക്ഷേ അത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. റസൂലുള്ളാഹിനെ പിന്തുടരണമെങ്കിൽ ഈമാൻ വേണം. ഈമാൻ കളഞ്ഞു കുളിച്ച് നബിതങ്ങൾക്ക് പിഴവ് പറ്റി എന്ന് പറഞ്ഞ മുജാഹിദും പുത്തൻവാദികളും പെണ്ണിനോട് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, നോക്കണ്ട, ഞങ്ങളെ മൗലവി പറയുന്നതിന് പോകണം. അതിന്റെ ഇസ്ലാമാ? ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇങ്ങനെ 1000 വിഷയങ്ങൾ പറയാനുണ്ട്. ഞാനൊരു സൂചന പറഞ്ഞതാണ്. പഴയ കാലത്ത് ഞാൻ കൊല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പഠിക്കുമ്പോ ചൊക്കളിയിൽ വന്ന് ബസ്സിറങ്ങിയിട്ട് CP റോഡിലേക്ക് ഓട്ടോറിക്ഷയിലും നടന്നും പോയി വഅദ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഏകദേശം 40ഓളം കൊല്ലം മുമ്പാണത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഈ ചൊക്കളിയിൽ ഒരുപാട് ക്ലാസ് എടുത്തത് ഓർമ്മയുണ്ട്. ഓ ഖാലിദ് സാഹിബിനെയൊക്കെ സംഘടനയിലേക്ക് കൊണ്ടുവന്നത് ഓർമ്മയുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മജീദ് മാസ്റ്റർ എന്നോട് നേരത്തെ പറഞ്ഞു, ചൊക്കളിയിൽ വെച്ച് നിങ്ങൾ സംവാദം നടത്തിയത് ഓർമ്മയുണ്ടോ? ഇവിടെ ഒരു വീട്ടിൽ വെച്ചാണെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ പുത്തൻവാദിയുമായി സംവാദം നടത്തിയിട്ടുണ്ട്, അതും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കുറെ കാലമായി ഇത്തരം വിഷയങ്ങളൊന്നും ചൊക്കളിയിലും പരിസരങ്ങളിലും പറയാറില്ല, പറയാൻ സമയം കിട്ടാറില്ല. കിട്ടിയ ഈ സമയത്ത് ഇത് AP മുഹമ്മദ് മുസ്ലിയാരുടെ അനുസ്മരണമാണല്ലോ, അതുപോലെ വൈലത്തൂർത്തങ്ങളുടെ അനുസ്മരണമാണല്ലോ. അവര് പൊരുത്തപ്പെടുന്ന ഇസ്ലാമിന്റെ ശരിയായ ആശയം, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നമ്മുടെ മനുഷ്യജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് കളഞ്ഞു കുളിച്ചുകൂടാ, അത് നിലനിർത്തിക്കൊണ്ടു പോകണം. അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് എല്ലാവരുടെയും വിജയം. അത് നമുക്ക് ഓർമ്മയിൽ വേണം. അതിന് ചില സാമ്പിള് പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതേ, മരണപ്പെട്ടവരുടെ പേരിൽ സദഖ ചെയ്യണം. അതിനെന്താ തെളിവ്? ഹബീബ് നബി തങ്ങളോട് ചോദിച്ചൊരാള് വന്നിട്ട്, ഇന്ന ഉമ്മി ഉഫ്തുലിതത് നഫ്സുഹാ യാ റസൂലല്ലാഹ് ഫഹല്ലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ. എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി നബിയേ, ഉമ്മാന്റെ പേരിൽ സദഖ ചെയ്താൽ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുമോ? ഫലം കിട്ടുമോ എന്നല്ല ചോദിച്ചത്, പ്രതിഫലം കിട്ടുമോ? ഫലവും പ്രതിഫലവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നറിയാലോ അല്ലേ? ഫലവും പ്രതിഫലവും തമ്മിൽ വ്യത്യാസമുണ്ട്.
നമ്മൾ തെങ്ങുമുക്കായിരുന്ന ഒരാളെ തെങ്ങുമുക്കായിരുന്ന ഒരാളെ തെങ്ങുമുക്കേറ്റി തേങ്ങ വർപ്പിച്ചു, അതിന്റെ പ്രതിഫലമായിരിക്കാം കിട്ടുക തെങ്ങുകാരികൾ അല്ലേ? ആ തെങ്ങ് കയറ്റ തൊഴിലാളിക്ക് പ്രതിഫലം ഫലായിരിക്കാം. ഫലം തേങ്ങട്ടിയായിരിക്കും അയക്കാം നമ്മക്ക്. അപ്പൊ ഫലം നമ്മക്ക്, പ്രതിഫലം ആ തൊഴിലാളിക്ക് അല്ലേ? നമ്മൾ മയ്യിത്ത് നിസ്കരിച്ചു, അതിന്റെ പ്രതിഫലമായിരിക്കാം നമ്മക്ക്, ഫലായിരിക്കാം. മയ്യിത്തില് നമ്മൾ മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതി, പ്രതിഫലമായിരിക്കാം നമ്മക്ക്, ഫലായിരിക്കാം മയ്യിത്തിന്. എന്നാൽ ഇവിടുത്തെ ചോദ്യം ഫലം കിട്ടുമോന്നല്ല. ഇവിടുത്തെ ചോദ്യം എന്റെ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുമോ, ഞാൻ ഉമ്മാന്റെ പേരിൽ ധർമ്മം ചെയ്താൽ അത് എന്നെ കിട്ടുമെന്നാ ചോദ്യം. അതെന്നെ കൊടുത്തതിന്റെ കൂലി അത് ഉമ്മാക്ക് കിട്ടുമെന്നാ ചോദ്യം. ഉമ്മാന്റെ പേരിലാ കൊടുക്കുന്നത്. അപ്പോഴാ മറുപടി ഖാല നഅം, അതേ കിട്ടും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പക്ഷേ ഇത് മുജാഹിദിന് അംഗീകരിക്കാൻ പറ്റൂല, ജമാഅത്തുകാർക്ക് അംഗീകരിക്കാൻ പറ്റൂല. അത് റസൂലുള്ളാഹി പറഞ്ഞതാണ്, മൗലവി പറഞ്ഞതല്ല. ബുഖാരിയിലെ ഹദീസാണ്. സുബ്ഹാനല്ലാഹ്, മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ദിക്റുൻ ചൊല്ലി കൊണ്ടുപോകുന്നു. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഇദാ ഹദർതുൽ മരീദ ബിൽ മയ്യിത ഫഖൂലു ഖൈറാ. അതാ നിങ്ങൾ മരണമാസന്നമായ രോഗിയുടെ സമീപത്തോ അല്ലെങ്കിൽ മരിച്ച മയ്യത്തിന്റെ അടുക്കലോ എത്തിയാൽ ഖൈറായത് ചൊല്ലണേ. ഏറ്റവും ഖൈറായ വാചകം ഖൈറുമാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ഖൈറായ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചൊല്ലിക്കൊണ്ടുപോകുമ്പോ ചിലർക്ക് വല്ലാത്ത വിഷമം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടൂടാ, അബൂജഹലല്ല, ഉത്ബത്തല്ല, മുജാഹിദാണ്. ഇന്നാ ലില്ലാഹ്, റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്നില്ല. ഇനി സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്തൊരു മയ്യിത്തിന്റെ ഒരു മരിച്ച വീട്ടിൽ പോയി. സുബ്ഹാനല്ലാഹ്, ഞാൻ അവിടുന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്യാണ്. അപ്പോ അല്ലാതെ എല്ലാരും കൈ ഉയർത്തി ആമീൻ പറയാണ്. അമുസ്ലിം സഹോദരന്മാര് ഭക്തിപൂർവ്വം ഇങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അവിടെ ഒന്ന് രണ്ട് ആളുകളുണ്ട്. അവരെ പരിപാടി എന്താണെന്ന് അറിയോ? ഇപ്പുറത്തൊന്ന് ഫാത്തിഹ ഓതുമ്പോൾ അവര് ചിരിക്കുകയാണ്. ഫാത്തിഹ ഓതുന്നില്ല. ഞാൻ ചൊല്ലുന്നത് മുഹീദ്ദീൻ മാല അല്ല കേട്ടോ, ഫാത്തിഹയാണ്, ഖുർആനാണ്. അവർക്ക് ഓതാൻ ഭാഗ്യമില്ല. പിന്നെ ഞാൻ അല്ലാഹുവിനോട് ദുആർക്കാണ്, അതിന് ആമീൻ പറയാനും ഭാഗ്യമില്ല. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്, ആ ദുആയെ അവഗണിക്കുകയാണ്. കാരണം എന്തേ? ഖുർആനിൽ വിശ്വാസമില്ല. ഖുർആൻ എന്തേ പഠിപ്പിച്ചത്? ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അല്ലാഹ് വേറൊരായത്തിൽ അല്ലാഹ് പറയുന്നു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. അതേ, ഞാൻ ദുആക്ക് ഉത്തരം കൊടുക്കുന്നവനാണ്. എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ സമീപസ്ഥനാണെന്ന് പറയൂ നബിയേ. അപ്പൊ അല്ലാഹ് ഉത്തരം തരുന്നു. ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹ് പറയാണ്, ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിനോടാ ഞാൻ ദുആ ചെയ്തത്. അല്ലാഹുവേ, ഞാനിതാ ഫാത്തിഹ ഓതിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഫാത്തിഹ ഓതിയിട്ടുണ്ട്. ഫാത്തിഹ ഓതിയത് എന്തിനാണ്? അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം നബി തങ്ങൾ പറഞ്ഞത്, ആ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഫാത്തിഹയിൽ ഒരു അക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹ് ഉത്തരം തരാതിരിക്കൂല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഫാത്തിഹ ഓതി ദുആർക്കാൻ കാരണം ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഹബീബ് നബി തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ്. പക്ഷേ ഫാത്തിഹ ഓതുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരുണ്ട്. കാരണം റസൂലുള്ളാഹിയിൽ അവർക്ക് വിശ്വാസമില്ല, റസൂലുള്ളാഹിന്റെ പ്രസ്താവന അവർ അംഗീകരിക്കുന്നില്ല. ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുന്ന ഞാൻ എന്റെ ദുആയിൽ പറയുന്നത് എന്താണ്? പടച്ചവനെ, ഞാനിതാ ഫാത്തിഹ ഓതി, ഞങ്ങളൊക്കെ ഫാത്തിഹ ഓതിയിട്ടുണ്ട്, ഈ ഓതിയതിന് ഞങ്ങൾക്ക് നീ പ്രതിഫലം തരും, അഥവാ എടുത്ത പണിയുടെ കൂലി തരും. അതുപോലെയൊന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ ആൾക്കും മറ്റ് മുഅ്മിനീങ്ങൾക്കും ഹബീബ് നബി തങ്ങൾ മുതൽക്ക് എല്ലാ മഹാന്മാർക്കും ഞങ്ങൾക്ക് തരുന്നത് പോലെയൊന്ന് നീ കൊടുക്കണേ. ആരോടാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിനോടാണ്. അപ്പൊ ഒരു മുസ്ലിമിന്റെ ബാധ്യത എന്താണ്? ആമീൻ, നീ ഉത്തരം ചെയ്യണേ. ഹബീബ് നബി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ജൂതന്മാരെ പോലെ
പോലെയാകരുത്, യഹൂദികളെ പോലെ ആകരുത്. യഹൂദികളെ സ്വഭാവം എന്താണ്? അവിടുന്ന് പറയാണ്, മാ ഹസദതുകുമുൽ യഹൂദു അലാ ശൈഇൻ കമാ ഹസദതുകും അലാ തഅ്മീനി വസ്സലാം. ജൂതന്മാർക്ക് വലിയ അസൂയയാണ് നിങ്ങൾ ഒരാൾ ദ്വാരന്ന് മറ്റുള്ളവർ ആമീൻ പറയുന്ന ഏർപ്പാട്. യഹൂദികൾക്ക് വലിയ അസൂയയാണ് നിങ്ങൾ അതുപോലെ തന്നെ പരസ്പരം സലാം പറയുന്നതും യഹൂദികൾക്ക് വലിയ അസൂയയാണ്. അതുകൊണ്ട് ഫാക്സിറൂ മിൻ ഖൗലി ആമീൻ, ഒരാൾ ദുആ ചെയ്ത് ആമീൻ ചൊല്ലുന്ന കൂട്ടുപ്രാർത്ഥന നിങ്ങൾ വർദ്ധിപ്പിക്കണേ. ഹബീബ് നബി നിങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ ജൂതന്മാരെ പോലെ ആമീൻ പറയാത്തവരാകരുത്. അത് ജൂതന്മാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ആമീൻ പറയുന്നത്. ആ ജൂതന്മാരെ തൃപ്തിപ്പെടുത്തി ആമീൻ പറയാതെ സൊറ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ പാവപ്പെട്ടവരാണ്. ഈ ഇസ്ലാമിൽ വിശ്വാസമില്ലാത്ത റസൂലുള്ള പിഴച്ചുപോയി എന്ന് പറയുന്ന മൗലവിമാരുടെ ക്ലാസ് കേട്ട് പെട്ടുപോയവരാണ്. റബ്ബേ, ആ സാധുക്കൾക്കൊക്കെ നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ, നീ അവർക്ക് ഹക്കായത് ബോധ്യപ്പെടുത്തണേ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, പടച്ച റബ്ബിനോട് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന ടീമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ലേ? നമ്മളൊരു പൊരക്ക് കുറ്റിയിടുക, ഫാത്തിഹ ഓതിയിട്ടൊരു ദുആ. ഫാത്തിഹ ഓതിയാൽ ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാ. ഫാത്തിഹ ഓതിയിട്ടൊരു ദുആ. പിന്നെ പൊരാ താമസിക്കുകയാണ്, ഗൃഹപ്രവേശനം, അപ്പോഴും ഫാത്തിഹ ഓതിയിട്ടൊരു ദുആ. പിന്നെ കട്ടിൽ വെക്കുകയാണ്, അന്നേരം ഒരു ദുആ. സുബ്ഹാനല്ലാഹ്, അഡ്വാൻസ് കൊടുക്കുകയാണ്, അന്നേരം ഒരു ദുആ. എവിടെയും ദുആ. ഞാൻ സിറാജുൽ ഉദുക്ക് അൽഹംദുലില്ലാഹ് നൂറുകണക്കിന് ഏക്കർ സ്ഥലം പല സ്ഥലത്തായിട്ട് വാങ്ങി. എന്നാൽ ഏത് സ്ഥലം വാങ്ങുമ്പോഴും ഞാൻ ബദീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ടില്ലാതെ വാങ്ങാറില്ല. ദുആ സുന്നത്ത് ജമാഅത്തിന്റെ ശഅറാണ്. എവിടെയും ദുആ. ജനിച്ചാല് ദുആ, മരിച്ചാല് ദുആ, യാത്ര ഇറങ്ങുമ്പോൾ ദുആ, യാത്ര കഴിഞ്ഞ് വന്നാ ദുആ, എവിടെയും ദുആ. കാരണം അല്ലാഹ് പറഞ്ഞതാവുദൂനി യസ്തജിബ് ലക്കും, എന്നോട് ദുആർന്നോളൂ ഉത്തരം തരും. ഈ ആയത്ത് ചിലപ്പോ അപ്പുറത്തുള്ളവർ ഓതും, പക്ഷെ അവർ ദ്വാരക്കൂല. ദ്വാരക്കുമ്പോ ഇറങ്ങിപ്പോവും, ദുആ ചെയ്യുമ്പോ ഇറങ്ങിപ്പോവും, അവർ ദുആ ചെയ്യൂല. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് ദുആ. അവരെ ദുആ എത്രത്തോളം നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ച് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന ദുആ ഏതാണ്? അയ്യു ദുആഇ അസ്മഉ. അള്ളാഹിന്റെ റസൂലിന് പറഞ്ഞു, ദുബറ കുല്ലി സലാത്തിൻ മക്തൂബ, ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന്റെ ഉടനെ. അന്നേരം ദ്വാരക്കൂല. റസൂൽ ഏറ്റവും ഉത്തരം കിട്ടുന്ന സംയോജനം അന്നേരം ദ്വാരക്കത്തില്ല. പിന്നെയോ രാത്രി പാതിരാ സമയത്ത് അന്നേരവും ഇല്ല, ദുആ ഇല്ല. എപ്പോഴും അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന ടീം അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഓ മുസ്ലിമീങ്ങളെ, ആ സുന്നത്ത് ജമാഅത്ത്, അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്ത പണ്ഡിതന്മാർ, അതിന് നേതൃത്വം കൊടുത്ത സയ്യിദന്മാർ, അതാണല്ലോ ഇവിടെ മഹാനായ വൈലത്തൂർത്തങ്ങൾ എന്താ സ്ഥാപിച്ചത്? സലാത്തും ദിക്റും ദുആയും അല്ലേ? സലാത്ത് മാത്ര, സലാത്ത് തന്നെ ദുആയ, അതിന്റെ പുറമെ ദിക്റും ദുആയ. ഇതെല്ലാം ദിക്റാ. എല്ലാറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, ഇപ്പൊ പറയാൻ സമയമില്ല. അതെല്ലാറ്റിനും ദിക്റ്. അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടുന്ന എല്ലാ സംഘത്തിനും ദിക്റ് എന്ന് പറയും. അതുപോലെ പ്രാർത്ഥനയ്ക്ക് സലാത്ത് എന്ന് പറയും. നബിതങ്ങളുടെ പേരുള്ള സലാത്ത് അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹുവിന് വളരെ ആദരപൂർവ്വം അല്ലാഹു തആല റഹ്മത്ത് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം, അത് നമുക്ക് ഗുണം കിട്ടാനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സലാത്ത് ഇല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നൊന്നും പേടിക്കണ്ട. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അതെന്തായാലും ഉണ്ട്. നിങ്ങൾക്ക് ഗുണം കിട്ടണമെങ്കിൽ നിങ്ങൾ സലാത്ത് ഇല്ലിക്കൊള്ളിനാ, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ആ സലാത്ത്, ദിക്ർ, ദുആ അതേറ്റവും കൂടുതൽ നിർവഹിക്കുന്നവർ അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇബാദത്തുകൾ ഏറ്റവും കൂടുതൽ നിർവഹിക്കുന്നവർ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചവർ സുന്നത്ത് ജമാഅ. അതുകൊണ്ടല്ലേ ഏത് വിഷയം വരുമ്പോഴും അവരതാ റബ്ബിനോട് ദുആ നടത്തുന്നു. യുക്തിവാദി ചോദിക്കുന്നു, നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കുന്ന തങ്ങൾക്ക് രോഗമാകുന്നില്ലേ? നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കുന്ന മുസ്ലിയാർക്ക് രോഗമാകുന്നില്ലേ? അത് തന്നെ ഈ പുത്തൻവാദികളാകുന്ന യുക്തിവാദികളും ചോദിക്കുന്ന, ഇവരെല്ല ഞാൻ എന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ജരീർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, നബിയെ, ഞാൻ എപ്പോഴും കുതിരപ്പുറത്തുനിന്ന് വീഴുന്നു.
അങ്ങനെയുണ്ട് ചില കുട്ടികളെ എപ്പോ നോക്കിയാലും അവിടെ ഇവിടെ എവിടെയെങ്കിലും ഒരു പരുത്തി ഉണ്ടാവും. എന്താ മോനെ ആ സൈക്കിൾ ബന്ധ് വീണ, പിന്നെ സൈക്കിൾ ബന്ധ് വീണ. ഇങ്ങനെയുണ്ട് ചില കുട്ടികൾ. ഇതുപോലെ മൂപ്പര് എപ്പോഴും സൈക്കിൾ ബന്ധ് വീഴ. പക്ഷെ അന്നത്തെ സൈക്കിളാ കുതിരയും വന്ന് വീഴല. നബിതങ്ങളോട് വന്ന് സങ്കടം പറയുന്നു. നബിതങ്ങൾ നെഞ്ഞിൽ കൈയൊന്ന് വെച്ചിട്ട് അതാ പറയുന്നു, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ സ്ഥിരത നൽകണേ. പിന്നെ വീണിട്ടില്ല കേട്ടോ. പക്ഷേ നിങ്ങളറിയോ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരപ്പുറത്തുനിന്ന് വീണു. മറ്റൊരാള് കുതിരപ്പുറത്ത് വീണ് വന്ന് സങ്കടം പറഞ്ഞപ്പോ പരിഹാരമുണ്ടാക്കി കൊടുത്തു. പിന്നൊരിക്കലും വീണിട്ടില്ല. അതേ നബിതങ്ങൾ കുതിരപ്പുറത്തുനിന്ന് വീണു. അതെങ്ങനെ? അതിന് പറയട്ടെ, അള്ളാന്റെ തീരുമാനം അതിവിടെ നടക്കുക തന്നെ ചെയ്യും. അതിന് ആളെ നോക്കൂല, സംഗതി നോക്കൂല. നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോ ഹജ്ജിന് പോയവരെ വിളിച്ചു പറയുന്നു, കഅബത്തിന്റെ ഇരുന്ന് ദ്വാരക്കണേ വെള്ളപ്പൊക്കം ഇല്ലാതിരിക്കാൻ. കഅബയുടെ സമീപത്ത് വെച്ച് ഞാനടക്കം ദുആ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. 2-3 കൊല്ലം മുമ്പ് നമ്മുടെ കുറ്റ്യാടിയിലെ അതേ ഷരീഫ് സഖാഫിയും അക്കൂൽ മുഹമ്മദ് ആജിയും ഒക്കെ മരിച്ചു പോയപ്പോ ഞാൻ ഹജ്ജിന് പോയ സമയമായിരുന്നു. അല്ലാഹു ഖബറിൽ ദർജ വർദ്ധിപ്പിക്കട്ടെ. അതിന്റെ മുമ്പത്തെ കൊല്ലവും കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമുണ്ടായ വർഷങ്ങൾ. അപ്പോഴൊക്കെ ഹജ്ജിന്റെ സീസണാണ്. എല്ലാരും കഅബത്തിന്റെ അടുത്ത് വെള്ളപ്പൊക്കമില്ലാതിരിക്കാൻ ദുആ ചെയ്യുന്നു. എന്നാ കഅബയുടെ ചരിത്രം അറിയോ നിങ്ങൾ? കഅബ പലപ്പോഴും പൊളിഞ്ഞു വീണിട്ടുണ്ട്. വെള്ളപ്പൊക്കം കൊണ്ടാണ്. വെള്ളപ്പൊക്കം കൊണ്ട്, മലവെള്ളം കൊണ്ട് കഅബ പലപ്പോഴും പൊളിഞ്ഞു വീണിട്ടുണ്ട്. അവസാനം കഅബ എവിടെയാണെന്ന് അറിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കഅബയുടെ തറ റബ്ബ് കാണിച്ചു കൊടുത്തിട്ട് പുനർനിർമ്മാണം ചെയ്യിപ്പിച്ചത്. കഅബയുടെ ചരിത്രം അങ്ങനെയല്ലേ? അപ്പൊ എല്ലാരും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ദ്വാരക്കുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കഅബന്നെ പൊളിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ച് കഅബത്തിന്റെ അടുക്ക് പോയി ദ്വാരക്കാതിരിക്കാൻ ഒരു മുസ്ലിമിന് പറ്റുമോ? അള്ളാന്റെ തീരുമാനം കഅബയിലും നടപ്പാകും, അമ്പിയാക്കളിലും നടപ്പാകും, ഔലിയാക്കളിലും നടപ്പാകും. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ആദരവിന് അർഹതയുള്ള പലരുമുണ്ട്, പലതുമുണ്ട്. കഅബയെ ആദരിക്കണം. കഅബയുടെ മൂലയിലുള്ള കല്ലിനെ ആദരിക്കണം. അത് ചുംബിക്കൽ ആദരവാണ്, അത് തൊട്ട് മണക്കൽ ആദരവാണ്. തൊടാൻ കഴിയില്ലെങ്കിൽ കൈ കൊണ്ടിങ്ങനെ ചൂടിയിട്ട് കൈയൊന്ന് മണക്കൽ ആദരവാണ്. അതൊരു കല്ലാണ്, പക്ഷേ സാധാരണ കല്ലല്ല, ഹജറുൽ അസ്വദാണ്. പല നന്മകൾക്കും നിമിത്തമാണ്. കഅബ ചുറ്റുകയാണ് തവാഫ്. ആ കഅബയെ ആദരിക്കുകയാണ്, ആരാധിക്കുകയല്ല. ആരാധനക്കർഹൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ബാപ്പ ഉമ്മയെ ആദരിക്കണം, ആലിമീങ്ങളെ ആദരിക്കണം, സയ്യിദന്മാരെ ആദരിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, പള്ളികളെ ആദരിക്കണം, മദ്രസകളെ ആദരിക്കണം, എൽമെഴുതിയ കിതാബുകളെ ആദരിക്കണം, മുസ്ഹഫിനെ ആദരിക്കണം. അങ്ങനെ ആദരിക്കേണ്ട വസ്തുക്കളും വ്യക്തികളും ഒരുപാടുണ്ട്. പക്ഷേ മുസ്ഹഫിനെ ആരാധിക്കാൻ പറ്റൂല, കഅബയെ ആരാധിക്കാൻ പറ്റൂല, ബാപ്പാനെ ആരാധിക്കാൻ പറ്റൂല, പണ്ഡിതനെ ആരാധിക്കാൻ പറ്റൂല, ഔലിയാക്കളെയോ അമ്പിയാക്കളെയോ ആരാധിക്കാൻ പറ്റൂല. ആദരിക്കണം. ആദരവല്ല ആരാധന, കേവലം ആദരവല്ല ആരാധന. മറിച്ച് എല്ലാ നന്മയുടെയും സൃഷ്ടാവ്, നന്മ നൽകുന്നവൻ എന്ന നിലക്കുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണവിശേഷണം അല്ലാഹുവിന് ഉള്ളത് അല്ലെങ്കിൽ ഉള്ളവൻ എന്ന നിലക്കുള്ള ആദരവ്, അതാണ് ആരാധന. അല്ലാതെ കേവലം ആദരവ് ആരാധനയല്ല. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് കുറെ ആൾ പിഴച്ചുപോയി. മക്കയിലെ മുശ്രിക്കുകൾ
യാസീൻ സൂറത്തിന്റെ ലാസ്റ്റ് പറഞ്ഞില്ലേ, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. മക്കയിലെ മുശ്രിക്കുകൾ ലാത്ത ഉസ്സയൊക്കെ വിളിച്ച് സഹായം തേടിയത് ഏത് വിശ്വാസത്തിലാ? ഔലിയാക്കളാണെന്നോ അമ്പിയാക്കളാണെന്നോ കരുതിയല്ല, ആലിഹത്തൻ ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ദൈവമാണെന്ന് വിശ്വസിച്ച ഒരാളെയും വിളിക്കാൻ പറ്റൂല, തേടാൻ പറ്റൂല, ആദരിക്കാൻ പറ്റൂല. അതാണ് മുശ്രിക്കുകൾ ചെയ്തതെന്ന് സൂറത്ത് യാസീൻ വ്യക്തമായി പറഞ്ഞില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആദരിക്കേണ്ടതിനെയൊക്കെ ആദരിക്കണം. ആദരവിന്റെ ഭാഗമാണ്. മഹാനായ വൈലത്തൂർ തങ്ങളവറുകൾ എത്ര കൊല്ലായി ഇവിടെ തുടങ്ങിയിട്ട്? 14 കൊല്ലമായി. ഒരുപാട് ആളുകൾക്ക് സ്വലാത്ത് ചൊല്ലാൻ, അതുപോലെ ദിക്ർ ചൊല്ലാൻ, ദുആ നടത്താൻ തുടക്കം കുറിച്ചു കൊടുത്ത ഒരു മഹാനായ സയ്യിദ്. ആ സയ്യിദിനുള്ള ആദരവായി അനുസ്മരണം. ഇതേപോലെ AP മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ ഒരുപാട് ആളുകളെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ആയിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്ത പണ്ഡിതൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആദരവായി അനുസ്മരണം. താജുൽ ഉലമക്ക് അനുസ്മരണം, നൂറുൽ ഉലമക്ക് അനുസ്മരണം, മുഹീദ്ദീൻ ശൈഖിന് അനുസ്മരണം, റിഫായി ശൈഖിന് അനുസ്മരണം. ഈ മാസം റിഫായി ശൈഖ് അല്ലാഹുവിനെ അനുസ്മരിക്കുന്ന മാസം. സുബ്ഹാനല്ലാഹ്, എന്താണ് അവരൊക്കെ സ്വഭാവം! ഒരാള് ഇബ്രാഹിം എന്നാ പേര്. അദ്ദേഹം ഒരു കത്തയച്ചു. അതിൽ ഈ റിഫായി ശൈഖിനെ ഇനി ഒരു ചിത്തയും വിളിക്കാൻ ബാക്കിയില്ല. അവസാനം യാ ദജ്ജാലി എന്നും വിളിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, ദജ്ജാലി എന്ന് വിളിക്കൽ. ആരെ? റിഫായി ശൈഖിനെ ദജ്ജാലി എന്ന് വിളിച്ചു, സിന്ദീഖ് എന്ന് വിളിച്ചു, എല്ലാ ചീത്തയും പറഞ്ഞ് കത്തയച്ചു. ബഹുമാനപ്പെട്ട ഈ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മറുപടി കത്തയച്ചെന്തറിയോ? ഞാൻ നന്നാകാൻ ദ്വാരക്കണോ, ഞാൻ നന്നാകാൻ ദ്വാരക്കണോ. ആ കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാനെന്തൊരു കുതിരയാ, ഏത് മഹാനാ ഞാൻ ചീത്ത പറഞ്ഞത്, ഞാൻ വിഡ്ഢിയായി പോയില്ലേ. വന്ന് മാപ്പപേക്ഷിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു മനസ്സാണ്. രോഗമുള്ള നായക്ക് ചൂടുവെള്ളം കൊണ്ട് കഴുകി അതാ മരുന്ന് വെച്ചു കൊടുക്കുന്നു. സാന്ത്വന പ്രവർത്തനമാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കള്ളൻ കേറിയിട്ട് നോക്കുമ്പോ ആ സ്റ്റോറിൽ കുറച്ച് സാധനമേ ഉള്ളൂ, ഭക്ഷ്യസാധനം. ഉള്ളത് എടുത്തു വെച്ച് കുറഞ്ഞ സാധനം. റിഫായി ശൈഖ് അപ്പുറത്തെ റൂമിൽ നിന്നെല്ലാം കാണുന്നുണ്ട്. മെല്ലെ വന്നിട്ട് പറഞ്ഞു, മോനെ, ആ റൂമിലില്ല, അപ്പുറത്തുണ്ട് വലിയ ഗോഡൗൺ, അതിലുണ്ട് കൂടുതൽ സാധനം, അവിടെ നിന്ന് എടുത്തോളാം. കള്ളനോടായി പറയുന്നേ. എന്നിട്ട് അവനുള്ള എല്ലാ ചാക്കിലും നിറച്ച് കഴിഞ്ഞപ്പോ ഇവനെ എടുത്ത് തലയിൽ വെക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എടുത്ത് വെച്ച് തരാം. റിഫായി ശൈഖ് പിടിച്ച് തലയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് അതും എടുത്ത് പോകുമ്പോ പാതിരാ സമയത്ത് ഇങ്ങനെ ഒരു സാധനം കൊണ്ട് പോയാൽ പോലീസുകാർ പിടിക്കൂലേ? ഇവർ ഞാനും വരാന്നാണ്. എന്തിന്? പോലീസ് പിടിക്കേണ്ട അയച്ചിട്ട് പിന്നാലെ പോയിട്ട് നാട് വിടുന്നവരെ പിന്നാലെ നടന്നു. എന്താണ് അവരെയൊക്കെ മനസ്സ്! ഓ സഹോദരന്മാരെ, വെറുതെയല്ലോ. ഖാജ മുഹിദ്ദീനും താങ്കൾ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഓടിയതെന്നോവർ തണ്ണീരോടുങ്ങുമ്പോൾ കുറിയാലോകേരിൽ തണ്ണീർ കബീറോട് തെടുവീരെന്നോവർ. അപ്പോഴവരെല്ലാം തെടി കബീറോട് ഉപ്പ് നീരുതൽ തണ്ണീരാക്കി കൊടുത്തോവർ. ഈ മാസത്തിൽ അനുസ്മരിക്കപ്പെടുന്ന മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അതാ ഇറാഖിൽ നിന്ന് ബഗ്ദാദിൽ നിന്ന് കുറെ കിലോമീറ്റർ ഓടണം അവിടുത്തെ ജാറത്തിലെത്താൻ. ഒറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ആ ജാറം. സുഹൃത്തുക്കളെ, അതാ വലിയ വലിയ പടുകൂറ്റൻ ജാറങ്ങളുണ്ട് ഇറാഖിൽ. അതിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജാറമുണ്ട്, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജാറമുണ്ട്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജാറമുണ്ട്, മഅറൂഫ്
മഅറൂഫുൽ ഖർഹി തങ്ങളെ ജാറമുണ്ട്, സരീഉസഖത്തി തങ്ങളെ ജാറമുണ്ട്. അങ്ങനെ ഒരുപാട് സഹാബികളടക്കമുള്ള മഹാന്മാരെ ജാറങ്ങളുണ്ട്. അതാ പുഴവക്കിന്, ടൈഗ്രീസ് നദിയുടെ പുഴവക്കിനായത് കൊണ്ട് മരണപ്പെട്ടു പോയ ഞങ്ങളെ ഖബറിൽ വെള്ളം കയറുമ്പോൾ നനവത്തുന്നു, മാറ്റി അതാ മറവ് ചെയ്യണേ എന്നറിയിച്ച സഹാബികളെ ഖബർ തുറന്ന് ഒരൽപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എടുത്ത് മാറ്റി മറവ് ചെയ്തപ്പോൾ അന്നുള്ള ചിത്രമടക്കം അവിടെ നിങ്ങൾക്ക് കാണാം, ചരിത്രം കാണാം. അവരെ ശരീരത്തിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകളുടെ വലിയ വലിയ പടുകൂറ്റൻ ജാറമുണ്ട് ഇറാഖില്. അതുപോലെ ഈജിപ്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് മഹാന്മാരെ ജാറമുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജാറം മദീനയിൽ ഉണ്ടായിരുന്നു. പുത്തൻവാദി പൊളിച്ചതാണ്. പക്ഷെ അവൻ ഇന്നും പൊളിക്കാൻ കഴിയാത്ത നിലക്ക് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും പടുകൂറ്റൻ പച്ചക്കൊമ്പയുള്ള ജാറം മദീന പള്ളിയോടനുബന്ധിച്ചുണ്ട്. ഇതല്ലേ ഇസ്ലാമിക ചരിത്രം. അതിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നവൻ ഇസ്ലാം അറിയാമോ? ഇസ്ലാമുമായി ബന്ധമുണ്ടോ? അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അതാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് കൃത്യമായി 5 വഖ്ത് നിസ്കരിച്ച്, നോമ്പെടുത്ത്, ഹജ്ജ് ചെയ്ത്, സകാത്ത് കൊടുത്ത്, ചെയ്യേണ്ടതെല്ലാം മുറക്ക് നിർവഹിച്ചുകൊണ്ട് ജീവിക്കണം. കുടുംബ ബന്ധം മുറിക്കരുത്, അതേ അയൽവാസിയുമായി പിണങ്ങരുത്, ഭാര്യമാരെ പീഡിപ്പിക്കരുത്, ഭർത്താവിനെ വഞ്ചിക്കരുത്, ഒരിക്കലും അന്യപെണ്ണുമായി ചാറ്റ് ചെയ്യരുത്, അന്യപെണ്ണിനെ നോക്കി രസിക്കരുത്, അന്യപെണ്ണിലേക്ക് മുഖം തിരിക്കരുത്. ഓ പെൺകുട്ടികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായിലാ, നരകത്തിലാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ചില സ്ത്രീകളില്ലേ? ഏതാണവർ? വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലമാണ്. ശരീരത്തിന്റെ പുഷ്ടി എടുത്തു കാണിക്കുന്ന വസ്ത്രമാണ്, ഉള്ള് കാണുന്ന വസ്ത്രമാണ്. അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സ്ത്രീകൾ, അത് നരകത്തിലാണെന്ന് ഹബീബ് നബി തങ്ങൾ പറഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെൺകുട്ടികളെ, ഇവിടെ പേരോട് ഉസ്താദ് വന്നിരുന്നു. ഞങ്ങൾ വയത് കേൾക്കാൻ പോയിരുന്നു. ഞങ്ങൾ നരകത്തിൽ കടക്കുന്ന വിഷയങ്ങൾ ഹബീബ് നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതൊന്നും ഞങ്ങളെ സൂചിപ്പിച്ചില്ല. ഞങ്ങളെ വിശ്വാസം പഴിച്ച് നരകത്തിൽ കടക്കാതിരിക്കാൻ പുത്തൻവാദികളുടെ ഓരോ വിഷയങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ തെളിവ് പറഞ്ഞു ഉസ്താദ് സംസാരിച്ചു. 7 ദിവസം മയ്യിത്തിന്റെ പേരിൽ സഹാബത്ത് മരിച്ചാൽ ഭക്ഷണം കൊടുത്തു, ഖബറിൽ എളുപ്പം കിട്ടാനാണ്. അതൊക്കെ ഇമാം സുയൂത്തിയെ പോലുള്ള ഇമാമികൾ എഴുതി വെച്ചതല്ലേ? അതെല്ലാം പറഞ്ഞ ഉസ്താദ്, ഞങ്ങൾ തലമറക്കാതെ അങ്ങാടിയിലൂടെ പോകുന്നവർ, മാറുമറക്കാതെ കല്യാണത്തിന് പോകുന്നവർ, ചിലപ്പോൾ അതേ വിധത്തിൽ തന്നെ അതാ പെരിങ്ങത്തൂർ അരിയിൽ കൂഫി തങ്ങളെ മഖബറയിലേക്കും 27-നോ മറ്റ് ദിവസത്തിലോ പോകുന്നവർ. ഒരു കാര്യം പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ഉള്ളതുള്ളതുപോലെ പറയാന്നല്ലാതെ ഒരിക്കലും തന്നെ അവര് പറഞ്ഞത് മാറ്റി പറയേണ്ടി വരൂല. അവർക്കൊരിക്കലും തന്നെ കക്ഷിത്വം നോക്കി പറയുന്ന ഏർപ്പാടുമില്ല. അവരുടെ ഖൽബ് നോക്കുന്നവൻ അല്ലാഹുവാണ്. ആ ബോധത്തോടെ പറയട്ടെ, നിങ്ങൾ ഏത് മഖബറയിലായാലും ഏത് കല്യാണത്തിനായാലും നിങ്ങളെ തലമുടി അതാ ഒരു മുടിയെങ്കിലും കാണുന്ന വിധത്തിലാണോ നിങ്ങളെ ഇറങ്ങി പുറപ്പാട്? അല്ല മാറി കാണുന്ന വിധത്തിലാണോ? നിങ്ങളെ ഉള്ളു കാണുന്ന വിധത്തിൽ കണ്ണാടി പോലുള്ള ഷർട്ടും തുണിയുമാണോ? ഹബീബ് നബി തങ്ങൾ നിങ്ങൾക്ക് നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടേ ഉമ്മമാരെ. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളെപ്പോലുള്ള ഉമ്മമാരുടെ ദുആ കൊണ്ട് രക്ഷപ്പെടേണ്ടവനാണ്. നിങ്ങൾ ആരെങ്കിലും
ആ പാവം പേരോടില നീ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്ത് എന്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തിയാൽ രക്ഷപ്പെട്ടു എന്നല്ലാതെ എന്റെ അമല് കൊണ്ട് രക്ഷപ്പെടാൻ എന്റെ കൈവശത്തിൽ അമലില്ല. ഞാൻ എന്റെ അടുക്കൽ വന്ന ഏതെങ്കിലും തെറ്റുകൾ എന്റെ റബ്ബ് എനിക്ക് മാപ്പ് തന്നു എന്നതിന് എനിക്ക് യാതൊരു ഓർഡറും കിട്ടിയിട്ടില്ല. മരിക്കുന്ന സമയത്തൊന്ന് ഈമാൻ സലാമത്തായി മരിക്കണം. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ വീഴാതെ ഒന്ന് രക്ഷപ്പെടണം. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല ഇൽമ് പഠിക്കാൻ ചെറിയ സമയത്തൊന്നും വലിയ ഇൽമൊന്നുമില്ല. ആ പഠിച്ച ഇൽമ് തുറന്ന് പറഞ്ഞിട്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതി പഠിപ്പിച്ചില്ലേ? ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഹബീബ് നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ, വഅസ്സറൂഹു നബി തങ്ങളെ ബഹുമാനിച്ചവർ, വനസറൂഹു നബി തങ്ങളെ സഹായിച്ചവർ. ഈ പാവപ്പെട്ട ഞാൻ ഹബീബ് നബി തങ്ങളെ എങ്ങനെ സഹായിക്കാനാണ്? അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ ആശയങ്ങൾ, വിശ്വാസവും കർമ്മവും ആചാരവും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കൽ അവിടുത്തോടുള്ള സഹായമാണ്, അവിടുത്തെ ദീനിനുള്ള സഹായമാണ്. പള്ളി മദ്രസകൾ നിർമ്മിക്കുന്നത് ദീനിന് അല്ലാഹുവിന്റെ റസൂലിനുള്ള സഹായമാണ്. അതുപോലെ ദീനിന്റെ ശിആർ നിലനിർത്തുന്ന സഹായമാണ്. അതേ സിറാജുൽ ഹുദ പോലെ നമ്മുടെ ഈ സ്ഥാപനം പോലെ സ്ഥാപനങ്ങൾ, മർക്കസും സൈദിയും മഅദിനും മംബഉം മർക്കസും എല്ലാം റബ്ബിന് വേണ്ടി നമ്മുടെ മഖറുകളും മജ്ലിസുകളും മദ്ഹറുകളും മജ്ലിസ് എല്ലാ മൻശകളും ഒക്കെ റസൂലുള്ളാഹിനെ സഹായിക്കലാണ്. സർവ മദ്രസകളും പള്ളികളും സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ മദ്രസകൾ സഹായം അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കലാണ്. ആ ഒരു സഹായം ചെയ്തവർ അതേ നബി തങ്ങളുടെ കൂടെ ഇറക്കപ്പെട്ട പ്രകാശം, അതാ പരിശുദ്ധ ഖുർആനും ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളും ഹദീസ് പഠിപ്പിച്ച ആശയങ്ങളും അതിനെ പിന്തുടർന്നുള്ള ജീവിതം, ഇത് നാലുമുള്ളവൻ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്. ആ വിജയികളിൽ പാവപ്പെട്ട എന്നെയും ഉൾപ്പെടുത്തി കിട്ടാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, യുവാക്കളെ, മുതഅല്ലിമീങ്ങളെ ദുആ ചെയ്യണേ. റബ്ബ് നമ്മയും നമ്മെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീകളെയും ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മൾ അല്ലാഹുവിന്റെ ദീന് പറയുമ്പോ തെറ്റിദ്ധരിച്ചു പോകുന്ന ചില ചെറുപ്പക്കാരുണ്ട്. അല്ലാഹുവേ, അവരെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്, അവരെയും നീ ഹിദായത്തിലാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഹിദായത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു സലാത്ത് ചൊല്ലണം, നാരിയത്ത് സലാത്ത്. നമുക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമയുടെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസാക്കട്ടെ. അതുപോലെ വേറെയും ചില സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ നമ്മളെ സംഘടനയിൽപ്പെട്ടവരും വേറെ സംഘടനയിലുള്ളവരും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സയ്യിദന്മാരും ആലിമീങ്ങളും ആദരിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെ രോഗമുള്ളവരുണ്ട്. അല്ലാഹു എല്ലാവരുടെ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനെ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. എല്ലാവരും ഇരുന്നോളി, നിൽക്കണ്ട.